പോയിക്കൊണ്ടിരിക്കുകയാണ് ജ്യൂസ് സ്ട്രീറ്റില്. സൂപ്പർ ഫൺ. ജ്യൂസ് സ്ട്രീറ്റിനെ കുറിച്ച് അതെ, ജ്യൂസ് സ്ട്രീറ്റിനെ കുറിച്ച് രാധിക കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ജ്യൂസ് സ്ട്രീറ്റിൽ എന്നെങ്കിലും പോവുക എന്നുള്ളത് ലക്ഷ്മിയുടെ വളരെയധികം ഉള്ള അഭിലാഷമായിരുന്നു. എടുക്കുക നമ്മളിപ്പോ ജ്യൂസ് സ്ട്രീറ്റിൽ വന്നു. ഞങ്ങളിപ്പോൾ ജ്യൂസ് സ്ട്രീറ്റിലാണ്. ഫസ്റ്റ് ടൈമാണ്. കുറേ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു അല്ലേ? പിന്നെ ഇതൊരു ക്ലോത്തിന്റെ കടയാണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. തനിക്കിത് മാത്രമേ പറയാനായിട്ട് വേറെ ഒന്നും പറയാനില്ല. കാര്യം എല്ലായിടത്തും കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബ്രന്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറയാൻ, കഫേയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഐറ്റംസ് ടീ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് സാലഡ്, ഫ്രൂട്ട് പ്ലാറ്റർ, മോച്ചോ സ്പെഷ്യൽ ഫ്രൂട്ട് പ്ലാറ്റർ മേടിച്ചു റോഷന. ഞാനൊരു മാംഗോ ഷേക്ക് മേടിച്ചു. പിന്നെ ബാക്കി രണ്ടുപേരും പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചു. പിന്നെ ഇത് നല്ലൊരു എസ്തെറ്റിക് കഫേയാണ് കേട്ടോ. നമുക്ക് ദാഹം സഹിക്കാൻ വയ്യാതെ പെട്ടെന്നൊന്ന് ഇരുന്നതാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഇതിൻ്റെ ഒന്ന് എന്താണ് അതിന് പറയുന്നത്? അല്ല, എസ്തെറ്റിസിറ്റിയോ അല്ല, അത് അന്വേഷിക്കാൻ പോകുക. അത് നമ്മൾ